കഴിഞ്ഞ ഒരു വർഷത്തിലും കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ പദ്ധതിയാണ്. അപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ പരിധിയിൽ ഇത്തരത്തിലുള്ള പല പല പദ്ധതികൾ ഇനിയും വരട്ടെ. വളരെ നല്ലതാണ്. നമ്മുടെ പാവപ്രസാദ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ സാധാരണക്കാരായ കുട്ടികളുടെ മക്കളാണ്. എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമെന്നുള്ളത് ഭയങ്കര സന്തോഷം, അഭിമാനം. അതുപോലെ തന്നെ എല്ലാ ആശംസകളും ട്രിവാൻഡ്രം മേയറിന് അർപ്പിക്കുകയാണ്. വളരെയധികം സന്തോഷം തോന്നി ഇങ്ങനെ വരികയെന്ന് വെച്ചാൽ ഞങ്ങൾ തീരദേശ മേഖലയിലെ സ്കൂളായതുകൊണ്ട് തന്നെ ഇതുവരെ നമുക്കങ്ങനെ കിട്ടിയിട്ടില്ല. പുതുതായിട്ട് ഒരു വന്നതാണ്. വേറെ സന്തോഷമുണ്ട്. ഇനിയുള്ള വർഷങ്ങളിലും ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സഹായം കിട്ടുന്ന വളരെ വലിയൊരു കാര്യമാണ്. മേയർക്കർ പദ്ധതിയുടെ ഭാഗമായിട്ട് LPS പേട്ട ഞങ്ങൾ 20 കുട്ടികളുടെ ലിസ്റ്റാണ് കൊടുത്തത്. 20ഉം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമെന്നുള്ളത് ഭയങ്കര സന്തോഷം, അഭിമാനം. അതുപോലെ തന്നെ എല്ലാ ആശംസകളും ട്രിവാൻഡ്രം മേയറിന് അർപ്പിക്കുകയാണ്. ഇത് LP സെക്ഷനിലേക്കാണ്, അത് UP കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് LP സെക്ഷൻ മാത്രമാണ്. ഞങ്ങൾക്ക് ഓരോ സെക്ഷനും കൊടുക്കണുണ്ട്. ഞങ്ങൾ LP സെക്ഷൻ മാത്രം. ഞാൻ ചാല UPS 20 വാങ്ങാൻ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ അധ്യാപകരെ സെലക്ട് ചെയ്ത് ഞങ്ങളുടെ HM അറിയിച്ചത്, HM ഗ്രൂപ്പിൽ അറിയിച്ചനുസരിച്ചിട്ട് ഓരോ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ കുട്ടികളെ പേര് കൊടുക്കുക ചെയ്ത്. ഇപ്പം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പദ്ധതി മേയർ കെയർ എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതെങ്ങനെ തോന്നുന്നു? വളരെ നമ്മളെ കുഞ്ഞു മക്കളല്ലേ, അവർ ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പിന്നിലുള്ള കുഞ്ഞുങ്ങളാണ്. നമുക്ക് ഗവൺമെൻറ് സ്കൂളിൽ എല്ലാ സൗകര്യങ്ങളോട് വരുന്ന കുഞ്ഞുങ്ങളല്ലല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സഹായം കിട്ടുന്ന വളരെ വലിയൊരു കാര്യമാണ്. വളരെ സന്തോഷമാണ്. ഞങ്ങൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ചാണ് കുഞ്ഞുങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അത്രയും അർഹതപ്പെട്ടവർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഏറ്റവും സാമ്പത്തികം വളരെ താഴെ നിൽക്കുന്ന കുട്ടികൾ അങ്ങനെ തന്നെയാണോ ടീച്ചർ പരിഗണിച്ചത്? അവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ന് വെച്ചാൽ പുതുതായിട്ട് വാങ്ങാൻ പ്രയാസമുള്ളവരെ പരിഗണിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സന്തോഷം. ടീച്ചർ കരമന ഗേൾസ് ഹയർ സെക്കൻഡറി. എത്ര കുട്ടികൾ ലിസ്റ്റ് ടീച്ചർ? 35 കിട്ടിയായിരുന്നു. സന്തോഷമുണ്ട്. ഇതുവരെ നമുക്കങ്ങനെ കിട്ടിയിട്ടില്ല. പുതുതായിട്ട് ഒരു വന്നതാണ്. വേറെ സന്തോഷമുണ്ട്. ഇനിയുള്ള വർഷങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് സെലക്ട് ചെയ്തത്? അത് കുട്ടികളുടെ സാമ്പത്തിക അവസ്ഥ വെച്ചാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. 1-ാം തീയതി തന്നെ നിങ്ങൾ ഈ സ്കൂൾ തുറക്കുന്ന അന്ന് തന്നെ കൊടുക്കാനാണോ? അതെ, ഇത് വന്ന കുട്ടികൾക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അല്ലാത്ത കുട്ടികളുടെ ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. 1-ാം തീയതി കൊടുക്കുന്നു. ഏത് സ്കൂളിൽ ടീച്ചർ? ഗവൺമെന്റ് PSM മോഡൽ UPS മുട്ടത്തറ. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾക്ക് കിട്ടുന്നതല്ലേ. നമുക്കും അങ്ങനൊന്നും കിട്ടിയിട്ടില്ല. പണ്ടൊന്നും ഇങ്ങനൊരു കാര്യമേ ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാം കുട്ടികൾക്ക് പഠിക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അവർക്കെല്ലാം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. സന്തോഷം. കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പദ്ധതി. അപ്പോൾ ഇതും ഒരു രൂപ പോലും തനത് ഫണ്ടിൽ നിന്ന് എടുക്കാതെ, പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുക്കാതെ മേയറുടെ ഇനിഷ്യേറ്റീവിലാണ് ഈ പദ്ധതി. ശരിക്കും ഒരു മാതൃകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ വരട്ടെ. നല്ലതാണ്. കുട്ടികൾക്ക് അവർ തന്നെ ഭാവിയിലെ വാഗ്ദാനങ്ങളല്ല. അപ്പോൾ പിന്നെ ചെയ്ത് കാണിക്കുമ്പോൾ അവർക്കും ഒരു നല്ല ഇതുണ്ടാവും. എന്ത് മാനദണ്ഡം ഉപയോഗിച്ചിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യും? എന്തുവാ അവരുടെ ഇത് നോക്കുമല്ലോ. നമ്മുടെ ചെറിയ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, മേടിക്കാനൊക്കെ സാധനങ്ങൾ, അങ്ങനെ നോക്കിയിട്ട് ചെയ്യുന്നു. സാധാരണ ചില സ്കൂളുകളിൽ അധ്യാപകർ ഇങ്ങനെ നിങ്ങളെ കുട്ടികളെ അധ്യാപകർ സഹായിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയൊരു ആശ്വാസം എന്ന രീതിയിൽ ഈ ഒരു പദ്ധതി തോന്നുന്നില്ല? ഉണ്ട്. CSR ഫണ്ടുകളുള്ള ഫണ്ടുകൾ മേയർ സ്വയം സംസാരിച്ച് കിട്ടുന്ന ഫണ്ടുകളാണ്. അപ്പോൾ ഇതൊരു മാതൃകയാണ് എന്നുള്ളത്. അപ്പം മേയറിനെ കുറിച്ചുള്ള വളരെ നല്ല അഭിപ്രായമാണ്. വളരെയധികം സന്തോഷം തോന്നി ഇങ്ങനെ വരികയെന്ന് വെച്ചാൽ ഞങ്ങൾ തീരദേശ മേഖലയിലെ സ്കൂളായതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെയധികം സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഇതൊരു വലിയ സഹായം തന്നെ.
ഇനിയും കൂടുതൽ സഹായം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൊടുത്ത ലിസ്റ്റിനനുസരിച്ച് കുറച്ച് നിങ്ങൾ കൊടുത്തു. അപ്പോൾ ഇനിയും അർഹരായ ഉണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ മേയർ പറഞ്ഞതുപോലെ അടുത്ത വർഷം ഇങ്ങനെയാണെങ്കിൽ മുഴുവൻ കുട്ടികൾക്ക് അതിന് കഴിയട്ടെ എന്നുള്ള കാണുന്നുണ്ട്. അതെ, അങ്ങനെ കഴിയട്ടെ എന്നാണ് കഴിയട്ടെ. ഈ ഇനിഷ്യേറ്റീവ് ടീച്ചർ എങ്ങനെ കാണുന്നു മേയറുടെ ഈ ഒരു? വളരെ നല്ലതെന്ന് വെച്ചാൽ ഓരോ കുട്ടിയെയും തിരിച്ചറിയുന്നു. ഇപ്പോൾ കോർപ്പറേഷൻ്റെ കീഴിലുള്ള കുട്ടികൾക്ക് കുട്ടികളുടെ മനസ്സ് പലപ്പോഴും ഒരു മികച്ച ബാഗ് വാങ്ങാൻ കഴിവില്ലാത്ത കുട്ടികളും ഉണ്ടാകും. അപ്പം അവർക്കിതൊരു സഹായം തന്നെയാകും. സന്തോഷമാണ്. ഈ കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മേയർ കയറുന്നത്. ഈ പദ്ധതി പ്രകാരമാണ് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം അവിടെ നടന്നത്. ടീച്ചർ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞാൻ GLPS പൂങ്കുളം സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഇത് വളരെ നല്ല ഒരു പദ്ധതിയാണ്. കാരണം നമ്മുടെ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ആവിഷ്കരിച്ചിട്ടുള്ള കഴിഞ്ഞ ഒരു വർഷത്തിലും കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ പദ്ധതിയാണ്. അപ്പം നമ്മുടെ കോർപ്പറേഷൻ പരിധിയിൽ ഇത്തരത്തിലുള്ള പല പല പദ്ധതികൾ ഇനിയും വരട്ടെ. പാവപ്പെട്ട കുട്ടികൾ ഇനിയും ഇത്തരത്തിലുള്ള പുതിയ സർക്കാരിൻ്റെ അനുഭവത്തിൽ ഇനിയും പഠിച്ച് വളർന്ന് നല്ലൊരു ജനതയായിട്ട് തീരാൻ വേണ്ടിയിട്ട് ആണ് സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പം ഈ പദ്ധതി എല്ലാവിധ കോർപ്പറേഷൻ്റെ പദ്ധതിയാണ്. അപ്പം കോർപ്പറേഷൻ എല്ലാവിധ ആശംസകളും. അതുപോലെ നമ്മുടെ ഭരണസമിതി ഇനിയും മെച്ചപ്പെട്ട പല അവസരങ്ങളും കുട്ടികൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ടീച്ചർ എത്ര കുട്ടികളുടെ ലിസ്റ്റാണ് കൊടുത്തത്? ഞങ്ങൾ മൊത്തം LPയും UPയും കൂടെയാണ്. അപ്പം നമ്മൾ മൊത്തം 20 കുട്ടികളുടെ ലിസ്റ്റ് കൊടുത്തു. അപ്പോൾ 20 എണ്ണവും കിറ്റും കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു പദ്ധതിയാണ്. കാരണം പാവപ്പെട്ട കുട്ടികൾക്ക് ഇതിലൂടെ ഒത്തിരി സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സ്കൂള് തീരദേശ പ്രദേശത്തായതുകൊണ്ട് തന്നെ ഒത്തിരി പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ലൊരു പ്രചോദനം കൂടിയാണ് നിങ്ങളുടെ സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതി. ഇതിന് എല്ലാവിധ ആശംസകളും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് കോർപ്പറേഷൻ്റെ തനത് ഫണ്ട് ഉപയോഗിക്കുന്നില്ല, പ്ലാൻ ഫണ്ട് ഉപയോഗിക്കുന്നില്ല, സ്വന്തമായിട്ടുള്ള ഒരു രൂപ പോലും പറ്റില്ല. പക്ഷേ മേയറുടെ ഇനിഷ്യേറ്റീവിൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയങ്ങളിൽ പിന്നെ അതുപോലെ CSR ഫണ്ടുകൾ അദ്ദേഹത്തെ അറിഞ്ഞ് സഹായിക്കുന്ന കുറേ ആളുകൾ അവരാണിത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് മേയർ എടുക്കുന്നത് സമൂഹത്തിന് എന്ത് പാഠമാണ് നൽകുന്നത്? ഇത്തരത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിന് വളരെയധികം ഒരു മോട്ടിവേഷനാണ് നൽകുന്നത്. കാരണം ഇതിൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഫണ്ടും ചിലവാക്കാതെ ഇത് നമ്മുടെ മറ്റുള്ള സോഴ്സിൽ നിന്നുള്ള ഒരു ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്നതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നമുക്ക് സമൂഹത്തിന് വളരെയധികം, കാരണം നമുക്ക് മേയർ പ്രസംഗത്തിന് പറയുകയുണ്ടായി നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഫണ്ടിന് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഫണ്ട് അതിലേക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അതുകൂടാതെ തന്നെ നമുക്ക് പലവിധ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഫണ്ട് എന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത്. മറ്റുള്ള സോഴ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിലൂടെ തന്നെ ഇത്തരത്തിലുള്ള പലവിധ ഇനി വരും കാലങ്ങളിൽ പലവിധ പദ്ധതികളും ഇപ്പം പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത പോലെ തന്നെ അടുത്തിന് പലവിധ പദ്ധതികളും ആവിഷ്കരിക്കട്ടെ എന്ന് ടീച്ചർ 20 കുട്ടികളുടെ ലിസ്റ്റാണ്. അപ്പം 20 കുട്ടികളല്ല ഇനിയും കുട്ടികൾ അവിടെ ഉണ്ടാവില്ലേ ഒരുപാട്? അതെ, തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇനിയും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോട്ട് കുട്ടികൾ വരണം ഈ ഒരു പദ്ധതിയിലൂടെ. കാരണം എന്ന് വെച്ചാൽ ഇതൊരു എല്ലാ രക്ഷകർത്താക്കൾക്കും അല്ല എല്ലാ സമൂഹത്തിനും ഇതൊരു മോട്ടിവേഷനാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്തോട്ട് ഇനിയും കുട്ടികൾ വരണം. അപ്പോൾ അതിനുള്ള ഒരു ചവിട്ടുപടി എന്ന രീതിയിൽ പഠനോപകരണങ്ങൾ മാത്രമല്ല, ഇനിയും കുട്ടികൾക്ക് ഭവനമില്ലാത്ത കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ പല കാര്യങ്ങൾ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ, നമ്മുടെ കോർപ്പറേഷൻ പരിധിയിൽ നിന്നുകൊണ്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ സ്കൂളെന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ പരിധിയിലുള്ള സ്കൂളാണ്. അപ്പോൾ സ്കൂളിൽ പലവിധ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സ്കൂളിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കോർപ്പറേഷനിലൂടെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളിതിലൂടെ ആഗ്രഹിക്കുകയാണ്. മനസ്സിലാക്കി അദ്ദേഹം പറയുകയുണ്ടായി കൗൺസിലർമാരും സ്കൂളും കൗൺസിലർമാരും കോർപ്പറേഷനും ഇത് ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് ഈ കൗൺസിലർമാർ. അപ്പോൾ കൗൺസിലർമാരുമായിട്ട് നല്ല രീതിയിലുള്ള സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്നതിന് ആ മേയർ നൽകിയ നിർദ്ദേശം അത് നിങ്ങൾ പാലിക്കും? തീർച്ചയായിട്ടും നമ്മൾ പാലിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മേയർ എന്ത് നിർദ്ദേശം വെച്ചാലും അത് ഉറപ്പായിട്ടും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള എല്ലാ സ്കൂളുകളും അതിൻ്റെ പിന്നിൽ ഫുൾ സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും എല്ലാ പാരൻസും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മൊത്തം ജനതയും, അതുപോലെ തന്നെ മേയർ പറഞ്ഞ പോലെ വേറെ വിദേശത്തിൽ നിന്നൊക്കെ ഫണ്ട് വരുന്നുണ്ട്. അപ്പം വിദേശത്തുള്ള ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളെ സപ്പോർട്ടീവാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനതയും
സപ്പോർട്ടീവാണ്. അപ്പോൾ ഹാപ്പിയാണ്. തീർച്ചയായിട്ടും 100% ഹാപ്പിയാണ്. കാരണം നമ്മുടെ മക്കൾക്ക് ഒരു അവസരം, അതിലൂടെ അവർക്ക് അവരുടെ മുഖത്തൊരു പുഞ്ചിരിയെങ്കിലും വിരിയിക്കാൻ പറ്റിയെങ്കിൽ അത് ഒരു കോർപ്പറേഷൻ്റെ അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ അതിലൂടെ അധ്യാപകരായ നമുക്കും വളരെയധികം ഹാപ്പിയാണ്. വട്ടിയൂർക്കാവ് എത്ര കുട്ടികളുടെ ലിസ്റ്റാണ് കൊടുത്തത്? 29 പേര്. 29 കിട്ടി. വളരെ സന്തോഷം. ഈ ഒരു ഇനിഷ്യേറ്റീവ് എങ്ങനെ കാണുന്നു, ഈ ഒരു അറ്റംപ്റ്റ്? ഇത് വളരെ നല്ലതാണ്. നമ്മുടെ പാവപ്രസാദ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ സാധാരണക്കാരായ കുട്ടികളുടെ മക്കളാണ്. അവർക്ക് ഈ സമയത്ത് ഇങ്ങനെ ഒരു സഹായം കൊടുക്കുന്നവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മേയറിൻ്റെ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവാണ്. അപ്പം ഇതിൽ ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇതെങ്ങനെയാണ്? ഉണ്ട്, തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉയർന്നു വരണമെങ്കിൽ ഇങ്ങനെയുള്ള പദ്ധതികൾ വന്നേ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ മേയർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത വിഷയം എന്ന് പറയുന്നത് ഈ കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ സ്കൂളിലെയും എല്ലാ കുട്ടികൾക്കും കൊടുക്കുക എന്നതാണ്. അതിന് നല്ലൊരു സാധ്യത ഉണ്ട്. ഇതെന്തായാലും ജനങ്ങൾ ഈ പദ്ധതി ഏറ്റെടുക്കും. ഇപ്പോൾ സുമനസ്സുകളായ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, അവരിതിനെ തുടർന്ന് സഹായിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.